ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മളിപ്പോൾ ബ്രില്യൻറ്റിൽ അഡ്മിഷനൊക്കെ എടുത്ത് ബ്രില്യൻറ്റിലേക്ക് വരാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അല്ലേ. മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ എങ്ങനെ വേണമെന്നും അതിനായി എന്തൊക്കെയാണ് ഒരുങ്ങേണ്ടതെന്നും ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു തരികയുണ്ടായി. അപ്പോൾ ഇന്ന് ഞാൻ വന്നത് മാനസികമായി മാത്രം പോരല്ലോ അല്ലേ. നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു ഹോസ്റ്റലിലേക്ക് വരുമ്പോൾ നമ്മുടെ ഫിസിക്കൽ പ്രസൻസ് അവിടെ ഉണ്ട്. അപ്പോൾ ഡെഫിനറ്റായിട്ടും നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുവരേണ്ടത്, അല്ലെങ്കിൽ എൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് മകന് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ എടുക്കണം, അങ്ങനെ എനിക്ക് തോന്നുന്നു ഈ ഒരു സമയം എന്ന് പറയുന്നത് ശരിക്കും ഒരു പറിച്ചു നടലിൻ്റെ ഒരു സമയമായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ഹോസ്റ്റലിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ടാകണം, എന്തൊക്കെ കാര്യങ്ങളെക്കുറിച്ചാണ് നിങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത് എന്നാണ്. ആദ്യമായിട്ട് പറയേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഹോസ്റ്റലുകളെല്ലാം തന്നെ നമ്മൾ ഹോസ്റ്റൽ വീഡിയോസിലൊക്കെ കാണിച്ചതുപോലെ 24 hours സെക്യൂരിറ്റി സർവൈലൻസ്, CCTV സർവൈലൻസ് ഒക്കെയുള്ള നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് എന്തൊക്കെ സുരക്ഷിതത്വങ്ങളാണോ ലഭിക്കുന്നത് അതേ സുരക്ഷിതത്വം അതുപോലെ തന്നെ പ്രൊവൈഡ് ചെയ്ത് കിട്ടുന്ന ഹോസ്റ്റലുകളാണ്. പിന്നെ ഫുഡ് മെനു ആയാലും നിങ്ങൾക്ക് വീട്ടിൽ ലഭിക്കുന്നതിനേക്കാൾ ഒരു പക്ഷേ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈജീനിക് ആയിട്ടുള്ള വിഭവങ്ങൾ അത് ഓരോ കുട്ടിയുടെയും ഇഷ്ടത്തിനനുസരിച്ച് ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ അല്ല എങ്കിൽ പോലും ഓരോ വർഷവും ഇവിടെയുള്ള കുട്ടികളുടെ അഭിപ്രായം അനുസരിച്ച് നമ്മൾ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ ആഴ്ചയും അല്ലെങ്കിൽ ഓരോ മാസവും അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് മെനു തയ്യാറാക്കപ്പെടുന്നത്. അപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിലും സെക്യൂരിറ്റിയുടെ കാര്യത്തിലും ആയിരിക്കും ഒരുപക്ഷെ അമ്മമാർക്ക് ഏറ്റവും കൂടുതൽ കൺസേൺസ് ഉള്ളത്. ഇനി കുഞ്ഞുങ്ങളുടെ കാര്യം വരുമ്പോൾ നമുക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയലുകൾ ആസ് എ പാർട്ട് ഓഫ് യുവർ കോഴ്സ് അഡ്മിഷൻ എടുത്തപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അത് അഡ്മിഷൻ്റെ പാർട്ടായിട്ട് തന്നെ കിട്ടും. ഇവിടെ വരുമ്പോൾ നമ്മൾ റൂമും അത് നിങ്ങൾക്ക് ആവശ്യമായിട്ട് അത് സ്റ്റോർ ചെയ്യാനുള്ള സ്പേസും ഒക്കെ ഉണ്ടാകും. പക്ഷേ നിങ്ങൾ ഇവിടെ വരുമ്പോൾ കൊണ്ടുവരേണ്ട സാധനങ്ങൾ എന്ന് പറയുമ്പോൾ ഡെഫിനറ്റായിട്ടും നിങ്ങൾക്ക് ആവശ്യമുള്ള ഡ്രസ്സ് തന്നെയാണ്. അത് നമുക്ക് നമ്മുടെ ക്യാമ്പസിൽ യൂണിഫോമാണ്, പക്ഷേ എങ്കിലും യൂണിഫോം ഇടാത്ത ദിവസങ്ങളിൽ നമുക്ക് കളർ ഡ്രസ്സൊക്കെ ഇട്ട് വരാൻ പറ്റും. അപ്പോൾ കളർ ഡ്രസ്സ് ഇട്ട് പറ്റാൻ പറ്റും എന്ന് പറയുമ്പോഴും നമ്മൾ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് വേണ്ടി പഠിക്കുകയാണ്. അപ്പോൾ ഡെഫിനറ്റായിട്ടും ഒരു സ്കൂളിൽ അല്ലെങ്കിൽ അതിനപ്പുറം ഒരു കോളേജിലേക്ക് പോകുന്ന ഒരു സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ഡ്രസ്സും മാന്യമായ രീതിയിലുള്ള ഏത് ഡ്രസ്സും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ അത് തന്നെ ഞാൻ ഒന്നുകൂടി പറയുന്നു, നമ്മൾ ഒരു ക്യാമ്പസിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ കൂടെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, അധ്യാപകരുണ്ട്, ഒരുപാട് സ്റ്റാഫുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും മാന്യമായ രീതിയിൽ നമ്മൾ ഇമ്പ്രസ് ചെയ്യുന്ന രീതിയിലുള്ള വസ്ത്രം ധരിക്കാനുള്ളത് ശ്രദ്ധിക്കുക. അപ്പോൾ അതിനനുസരിച്ചുള്ള ഡ്രസ്സുകളൊക്കെ ആയിട്ടാണ് നമ്മൾ വരേണ്ടത്. മാന്യമായിട്ടുള്ള വസ്ത്രം എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഏറ്റവും നന്നായിട്ട് അനുയോജ്യമാകുന്ന വസ്ത്രങ്ങൾ. പിന്നെ നമുക്ക് കൊണ്ടുവരേണ്ട മെത്ത, ബക്കറ്റ്, സോപ്പ്, പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ പെൺകുട്ടികളാകുമ്പോൾ ഡെഫിനറ്റായിട്ടും മേക്കപ്പ് സാധനങ്ങൾ അല്ലേ, കുറച്ച് സാധനങ്ങളൊക്കെ ഡെഫിനറ്റായിട്ടും വേണം. പെൺകുട്ടികൾ പ്രത്യേകിച്ച് ഈ സമയത്ത് നന്നായിട്ട് ഒരുങ്ങിയൊക്കെ നടക്കേണ്ട സമയമാണ് കേട്ടോ. അപ്പോൾ പഠിക്കാനല്ലേ വരുന്നത്, ഒരുങ്ങാനുള്ള സാധനം കൊണ്ടുവരണോ, ഇങ്ങനെയൊക്കെ പറയാമോ എന്നൊക്കെ ചിലപ്പോൾ അമ്മമാർക്കും ചിലപ്പോൾ ചില കുട്ടികൾക്കും തോന്നലുണ്ടാവും. അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമ്മൾ നന്നായിട്ട് ഒരുങ്ങി നന്നായിട്ട് ലൈഫ് എൻജോയ് ചെയ്ത് നല്ല റിലാക്സ്ഡായിട്ട് തന്നെയാണ് പഠിക്കാൻ വരുന്നത്. അല്ലാതെ ബ്രില്യൻറ്റിലേക്ക് നമ്മൾ നീറ്റ് റിപ്പീറ്റിന് വരുമ്പോഴത്തേക്കും ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് നമ്മൾ തീർത്തും ഒരു വനവാസത്തിന് പോകും പോലെ അങ്ങനെയൊന്നും അല്ല വരേണ്ടത്. നിങ്ങൾ അടിപൊളിയായിട്ട് ലൈഫ് എൻജോയ് ചെയ്യുക. അതെങ്ങനെയാണ് എൻജോയ് ചെയ്യുന്നത്? പഠിച്ചുകൊണ്ട് എൻജോയ് ചെയ്യുക. അപ്പോൾ ആ പഠിച്ചുകൊണ്ട് എൻജോയ് ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും റെഡി ആയിട്ടിരിക്കുവാണ്. അപ്പോൾ നിങ്ങളും അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെ മേക്കപ്പ് സാധനങ്ങളൊക്കെ എടുത്തോ കേട്ടോ. അടിപൊളിയായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തോ, എല്ലാമായിട്ട് റെഡി ആയിട്ട് വന്നു. ആൻഡ് അറ്റ് ദ സെയിം ടൈം ചില കുട്ടികളോട് ഇപ്പോൾ നിങ്ങൾ നോർമലി എന്തെങ്കിലും മെഡിക്കേഷൻസ് ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ, ചിലപ്പോൾ മൈഗ്രെയിൻ്റെ ടാബ്ലറ്റ് എടുക്കുന്നവരാണ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ടാബ്ലറ്റ് എടുക്കുന്നവരാണെങ്കിൽ ഡെഫിനറ്റായിട്ടും ആ ടാബ്ലറ്റ്സിൻ്റെ കൂടെ പ്രിസ്ക്രിപ്ഷനും കൂടെ കരുതാൻ ശ്രമിക്കുക. കാരണം നമുക്ക് 24 hours ഡോക്ടർ സപ്പോർട്ട് ഇവിടെ ഉണ്ട്, ഹോസ്പിറ്റലുണ്ട്. പക്ഷേ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴും നമുക്ക് പെട്ടെന്നൊരു പനി വന്നു, ജലദോഷം വന്നു, നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡോക്ടർ ഞാൻ റെഗുലറായിട്ടൊരു മെഡിസിൻ കഴിക്കുകയാണെന്ന് പറയുമ്പോൾ റാദർ ദാൻ സെയിങ് ഞാൻ കഴിക്കുകയാണെന്ന് പറയുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നു ആ ഒരു മെഡിസിൻ്റെ പ്രിസ്ക്രിപ്ഷൻ കാണിക്കുകയാണെങ്കിൽ നിങ്ങളെ കാണുന്ന ഒരു ഡോക്ടറിന് ഒരു പക്ഷേ പെട്ടെന്ന് തന്നെ അത് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ എന്തെങ്കിലും മെഡിക്കേഷൻ ഉള്ളവരാണെങ്കിൽ കഴിക്കുന്ന മെഡിസിൻ്റെ പ്രിസ്ക്രിപ്ഷൻ എപ്പോഴും നിങ്ങളുടെ കയ്യിൽ കരുതാൻ നോക്കുക. ആൻഡ് ആവശ്യത്തിന് അത്യാവശ്യം നമുക്കിപ്പോൾ 1 month ഡ്യൂറേഷൻ അല്ലെങ്കിൽ 2 months ഡ്യൂറേഷനിലൊക്കെ പ്രിസ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ അത്രയും സമയത്തേക്കുള്ള മെഡിസിൻസ് നിങ്ങൾ കയ്യിൽ കരുതിയേക്കുക. പിന്നെ നമുക്ക് ഈ പറയുന്ന പോലെ നമുക്ക് എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉള്ളവരാണ്, ലൈക്ക് ഇപ്പം എല്ലാ ദിവസവും ഞാൻ ഇന്നത് കഴിക്കുന്നവരാണ്, പാല് കുടിച്ചേ ഉറങ്ങും അല്ലെങ്കിൽ നമുക്ക് മുട്ട കഴിച്ചേ ഉറങ്ങും എന്നൊക്കെ പറഞ്ഞ് റെസ്ട്രിക്ഷൻ ഇതുവരെ നമ്മൾ അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കിപ്പോൾ ഹോസ്റ്റൽ റൊട്ടീൻ എന്ന് പറയുന്ന എല്ലാ കുട്ടികൾക്കും, ഇവിടെ വരുന്ന എല്ലാ കുട്ടികളും ഇപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ മക്കളാണ്. അപ്പോൾ എല്ലാവരും മക്കളാണെന്ന് പറയുന്നിടത്ത് ഒരു മോളുടെ താല്പര്യത്തിനെ മാത്രം നമുക്ക്, അല്ലെങ്കിൽ ഒരു മോൻ്റെ താല്പര്യത്തിനെ മാത്രം നമുക്കൊരു കൂടുതൽ പ്രയോറിറ്റി കൊടുക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നിർബന്ധങ്ങളാണെങ്കിൽ അങ്ങനെയുള്ള കൊച്ചു നിർബന്ധങ്ങളും വാശിയൊക്കെ വീട്ടിൽ നമുക്കൊന്ന് ഉപേക്ഷിച്ചിട്ട് വരാം. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ലൈക്ക്
ലൈക്ക് സ്നാക്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം തന്നെ നമ്മുടെ എല്ലാ ഹോസ്റ്റലുകളിലും അവിടെ അവൈലബിൾ ആണ്. ഇനി അതെല്ലാം അങ്ങനെ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഡ്രൈ ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് കഴിക്കണം എന്നുള്ള സാധനങ്ങളൊക്കെ, ഞാൻ പറയുന്നത് സ്നാക്സ് പോലെ ചെറിയ ചെറിയ ഈറ്റബിൾസ്, ഡ്രൈ ഫ്രൂട്ട്സോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കൊണ്ടുവന്ന് വെക്കാം, നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ നിങ്ങൾ തന്നെ കുറച്ച്, എനിക്കറിയാം ഇപ്പോൾ ഉള്ള കുട്ടികളൊക്കെ വളരെ ഹൈജീനിക്കായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കുട്ടികളാണ്, എല്ലാം നല്ല ക്ലീനായിട്ട്. എങ്കിലും നമ്മൾ അമ്മമാർ മക്കളെ ഒരു പുതിയ സ്ഥലത്തേക്ക് പറഞ്ഞു വിടുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു വിടും അല്ലേ. അപ്പോൾ ഞാനും ഇപ്പം എൻ്റെ മക്കൾ റെഡി ആയിട്ട് പോകാനൊക്കെ ഇരിക്കുമ്പോൾ പറയുന്ന പോലെ തന്നെ നമ്മൾ പുതിയ സ്ഥലത്തേക്ക് പോകണം. ചിലപ്പോൾ നിങ്ങൾ വീട്ടിലൊക്കെ ആകുമ്പോൾ നമ്മൾ വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ ഇപ്പോൾ പ്രോപ്പറായിട്ട് വെള്ളമൊന്നും ഒഴിച്ചില്ലെങ്കിൽ പോലും കുഴപ്പമില്ല, കാരണം അമ്മ അല്ലെങ്കിൽ ചേച്ചിയോ ആരെങ്കിലും ഒക്കെ വീട്ടിലുള്ളവർ നമ്മുടെ മോളാണ്, നമ്മളത് ചെയ്യും. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് വരുന്ന നിങ്ങളൊരു ഫ്രണ്ടായിരിക്കും ആ വാഷ്റൂം ഉപയോഗിക്കാൻ പോകുന്നത്. അയാളും ഇതുപോലെ പാമ്പർ ചെയ്യപ്പെട്ട ഒരു വീട്ടിലെ ഒരു കുഞ്ഞായിരിക്കും. അപ്പോൾ അയാൾക്കത് ഇറിറ്റേഷൻ ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചുകൂടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്ലീൻ അല്ലാത്തതുകൊണ്ടോ ഹൈജീനിക് അല്ലാത്തത് കൊണ്ടോ അല്ല, നമ്മൾ ഇത്രയും കാലം 12 വർഷം അല്ലെങ്കിൽ നമ്മൾ വീട്ടിലായിരുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിൽ ചിലപ്പം പെട്ടെന്ന് ഹറിബറിയിൽ മറന്നു പോകും, എവിടെയെങ്കിലും പോകാനുള്ള തിരക്കിൽ നമ്മൾ ഓടി ഇറങ്ങി വരും. അങ്ങനെയൊക്കെയുള്ളൊരു ഹറിബറി കാരണം പല സ്ഥലത്തും നമ്മൾ പലതൊക്കെ ചെറുതായിട്ടൊക്കെ മിസ് ചെയ്തിട്ടുണ്ടാവും. ആ മിസ്സിങ് ഒന്നും തന്നെ നമുക്ക് ഇതുവരെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. കാരണം ഞാൻ എപ്പോഴും പറയില്ല, നമ്മുടെ വീടാണ് ഇത്, നിങ്ങളുടെ വീട് തന്നെയാണ്, ഒരു സംശയമില്ല. പക്ഷേ ഈ വീട്ടിൽ നിങ്ങളല്ലാതെ വേറെ കുറേ മക്കളുണ്ട്. അങ്ങനെ ആലോചിച്ചാൽ മതി. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ മാത്രമായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ചേട്ടൻ ചേച്ചി മാത്രം, അപ്പോൾ രണ്ടുപേരെ അഡ്ജസ്റ്റ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. നിങ്ങൾ നിൽക്കുന്നത് ആയിരക്കണക്കിന് അല്ലെങ്കിൽ 10,000-കണക്കിന് സഹോദരന്മാരോടൊപ്പമാണ്. അപ്പോൾ ഈ സഹോദരന്മാർ സഹോദരികൾ എല്ലാവരും, കാരണം നമ്പേഴ്സ് ഭയങ്കര കൂടുതലാണ്, അവരെല്ലാവരും തന്നെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് വാശി പിടിക്കുന്നത് ശരിയല്ല. അപ്പോൾ അവരെ മാറ്റുന്നതിനേക്കാളും നമുക്ക് മാറാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഒന്ന് കോൺഷ്യസ് ആയിട്ട്, ലൈക്ക് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇച്ചിരി മാറി ഹോം അവേ ഫ്രം ഹോം ആണ്. പക്ഷേ എങ്കിൽ പോലും ഇവിടെ എൻ്റെ കൂടെ ഒരുപാട് നമ്പർ ഓഫ് സിബ്ലിങ്സ് എനിക്ക് ഒരുപാട് കൂടുതലാണ്. വീട്ടിലാണെങ്കിൽ 2 പേരേ ഉള്ളൂ, അല്ലെങ്കിൽ 3 പേരേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാൻ സിംഗിൾ ആയിരുന്നു. പക്ഷേ ഇവിടെ വരുമ്പോൾ എനിക്ക് ഒരുപാട് സിബ്ലിങ്സ് ഉണ്ട്. അപ്പോൾ അവരെല്ലാം അവരുടെ കൂടെ എല്ലാം ഞാൻ ചേർന്ന് പോകണം. അങ്ങനെയുള്ള ചേർന്ന് പോകലുകൾക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു തയ്യാറെടുപ്പ് വേണം. പിന്നെ ഈ പറഞ്ഞല്ലോ, നിങ്ങൾ ചിലപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഞാനും ശിവൻ സാറും പറയുകയുണ്ടായി, നമ്മൾ ചിലപ്പം നമുക്ക് ഭയങ്കരമായിട്ട് ലൈറ്റ് ഇട്ടാൽ ഉറങ്ങാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു വെളിച്ചം അടിച്ചാൽ പോലും നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു ചെറിയ ശബ്ദം കേട്ടാൽ പോലും നമ്മൾ ഉറങ്ങില്ല. അപ്പോൾ വീട്ടിൽ അന്തരീക്ഷമൊക്കെ നമുക്ക് ഓക്കെയാണ്, കാരണം വീട്ടിലെല്ലാവരും നമുക്ക് വേണ്ടി അവരത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ ചിലപ്പോൾ നമ്മുടെ കൂടെ ഇരിക്കുന്ന കുട്ടി രാത്രി പഠിക്കുന്ന ഒരാളായിരിക്കാം. അപ്പോൾ അങ്ങനെ രാത്രി പഠിക്കുന്ന ഒരാളാണെങ്കിൽ ഡെഫിനറ്റായിട്ടും റൂമിലായാലും ചിലപ്പോൾ ലൈറ്റ് ഇട്ടായിരിക്കും പഠിക്കുന്നത്. ആ സമയത്ത് എനിക്ക് ഉറങ്ങണം, നീ ലൈറ്റ് അണയ്ക്ക് എന്ന് പറയണ്ട, അയാൾ പഠിച്ചോട്ടെ. അയാൾ പഠിക്കുമ്പോൾ നിങ്ങൾ ഒന്ന് മൂടി പുതച്ച് കിടക്കാനോ കണ്ണടച്ച് കിടക്കാനോ ഒക്കെ ഒന്ന് നമുക്ക് ശ്രമിക്കാം. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, കാരണം ഈ ഫസ്റ്റ് ഫ്യൂ ഡേയ്സാണ് നമുക്ക് ആ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അടുത്ത് കഴിയുമ്പോൾ നമ്മൾ അഡാപ്റ്റ് ചെയ്യും. പക്ഷേ ആദ്യത്തെ ഒരു ദിവസം നമുക്ക് ഇതൊക്കെ വരുമ്പോൾ തന്നെ പെട്ടെന്ന് അമ്മയെ വിളിച്ച് അമ്മ ശരിയാവില്ല, എൻ്റെ കൂടെയുള്ള റൂംമേറ്റ് എനിക്ക് പറ്റിയ ആളല്ല, അവൾ ലൈറ്റ് ഇടുന്നു, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഉറക്കാൻ പറ്റുന്നില്ല. തിരിച്ചും മറ്റേ ആളോടും പറയാനുള്ളത്, ഇപ്പോൾ ലൈറ്റ് ഇട്ട് പഠിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് നിങ്ങൾ, രാത്രിയാണ് പഠിക്കുന്നത്, പക്ഷേ റൂമിലുള്ള ആൾ വെളുപ്പംകാലത്ത് എണീറ്റ് പഠിക്കുന്ന ആളാണ്, അയാൾ നേരത്തെ ഉറങ്ങുന്ന ആളാണ്. അപ്പോൾ നമുക്ക് ഇവിടെ റെഫറൻസ് ഹാളുണ്ട്, സ്റ്റഡി റൂമുകളുണ്ട് എല്ലാ ഹോസ്റ്റലുകളിലും. അതുപോലെ തന്നെ നിങ്ങളുടെ കോറിഡോറുകൾ, എല്ലാ സ്ഥലത്തും നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങളും അപ്പോൾ തിരിച്ചൊന്ന് ചിന്തിക്കണം. ആ കുട്ടി രാത്രി ഉറങ്ങാൻ ഇഷ്ടപ്പെടുന്ന, ഏറ്റവും ഏർലി മോർണിംഗിൽ പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കുഞ്ഞാണ്. അപ്പോൾ അയാളെ ശല്യം ചെയ്യാതെ നമുക്ക് ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് ഒന്ന് വെളിയിലിരുന്ന് പഠിക്കാം എന്നുള്ള കാര്യം രണ്ടുപേരും. അപ്പോൾ ഈ രണ്ടുപേരും അങ്ങനെ വിചാരിക്കുമ്പോൾ ഡെഫിനറ്റായിട്ട് അവിടെ വേറെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ ആദ്യം വരുന്ന സമയത്ത് ഈ പറയുന്ന പോലെ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും മനസ്സിനകത്ത് ഇച്ചിരി വിഷമം ഉണ്ടാക്കും. കാരണം ഇത്രയും കാലം നമ്മൾ അമ്മയുടെ അച്ഛൻ്റെയും കുഞ്ഞു മക്കളായിട്ട് പാമ്പർ ചെയ്യപ്പെട്ട് നിൽക്കുകയാണ്. ഇവിടെയും പാമ്പറിങ് ഒക്കെ ഉണ്ട്, ഞങ്ങളെല്ലാവരും നിങ്ങളെ മക്കളെ പോലെ തന്നെയാണ് അക്സെപ്റ്റ് ചെയ്യണത്. പക്ഷേ എങ്കിൽ ഈ പറഞ്ഞ നമ്പർ കൂടുതലാണ്. അപ്പോൾ അവിടെ ചെറിയൊരു കെയർ ആൻഡ് കൺസേൺ കുറഞ്ഞു എന്ന് വിചാരിച്ചിട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നം ഇമ്മീഡിയറ്റ്ലി ഓൺ ദ സ്പോട്ട് നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റാതെ വരികയോ, റെസ്പോണ്ട് ചെയ്യാൻ പറ്റാതെ ഒരിക്കലും വരില്ല. മെൻറ്റേഴ്സ് ആർ ഓൾവേസ് വിത്ത് യു. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത്, കാരണം ആ ആദ്യത്തെ ഒരു 2, 3, 4 ദിവസമൊക്കെ എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ക്രൂഷ്യലാണ്. ഫോർ ദ വെരി ഫസ്റ്റ് ടൈമാണ് നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ചെറിയൊരു കാര്യം പോലും നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ അയ്യോ എന്ന് പറയും. അപ്പോൾ ഈ ഒരു 2, 3, 4 ദിവസം നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ലാതെ ഇവിടെ നിൽക്കാൻ പറ്റും. അല്ലെങ്കിൽ ആ 2, 4 ദിവസം അയ്യോ ആ റൂംമേറ്റ് എനിക്ക് പറ്റിയതല്ല, അല്ലെങ്കിൽ ഈ ഹോസ്റ്റൽ എനിക്ക് പറ്റിയതല്ല, ഇവിടെ എനിക്ക് പറ്റിയതല്ല, ഈ കോച്ചിങ് എനിക്ക് പറ്റിയതല്ല, റിപ്പീറ്റ് അല്ല എൻ്റെ ആവശ്യം, അല്ലെങ്കിൽ MBBS എനിക്ക് ആവണ്ട, ഈ ഒരു തോന്നലുകളൊക്കെ വരുന്നത് ഈ ഒരു ആദ്യത്തെ ഒരു 2, 3 ദിവസമാണ്. കാരണം നമ്മൾ പറിച്ച് നടപ്പെടുത്തതിൻ്റെ ഒരു ചെടിയായാലും നമ്മൾ പെട്ടെന്ന് ഒരു സ്ഥലത്ത് നിന്ന് മാറ്റി വേറൊരിടത്ത് നടുമ്പോൾ അതിനവിടെ ആ മണ്ണിൽ പിടിച്ച് വരാൻ എടുക്കുന്ന ഒരു സമയമുണ്ടല്ലോ. ആ ഒരു ക്ഷമ നിങ്ങൾ എപ്പോഴും കാണിക്കണം കേട്ടോ. പിന്നെ ഈ പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്നും നിങ്ങളുടെ റൂംമേറ്റ് ചെയ്യുന്നതെന്നും അവിടെ നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരുമായിട്ട് ഡയറക്റ്റായിട്ട് ഒന്നും സംസാരിക്കാൻ പോവാതെ നിങ്ങളുടെ മെൻറ്റേഴ്സ് അവിടെ ഉണ്ട്, വാർഡന്മാരുണ്ട്, അവരെ ആയിട്ട് ബന്ധപ്പെടുക, അവരോട് സംസാരിക്കുക, നിങ്ങളുടെ പ്രോബ്ലംസിനെ കുറിച്ച് അവരോട് തുറന്ന് പറയുക. ഡെഫിനറ്റായിട്ടും അവരതിന് പരിഹാരം കണ്ടുതരും. അപ്പോൾ അങ്ങനെയുള്ള നല്ല രീതിയിലുള്ള കാര്യങ്ങൾ, ഇപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണ്, പെട്ടെന്ന് ദേഷ്യം വന്നു, ആ ദേഷ്യം കൂടെയുള്ള
കൂട്ടുകാരിയോട്, അതായത് റൂംമേറ്റിനോട് കാണിക്കാതെ അല്ലെങ്കിൽ കൂട്ടുകാരനോട് കാണിക്കാതെ മെൻറ്ററിനോട് വന്ന് എനിക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, എനിക്ക് ഇതാണ് എൻ്റെ കണ്ടീഷൻ എന്നൊന്ന് പറയാൻ തയ്യാറാവുക. ഇനി കൂടെയുള്ള ആൾ പെട്ടെന്നൊന്ന് പ്രൊവോക്ഡ് ആയിട്ട് ഒന്ന് ദേഷ്യപ്പെട്ടാലും, നീ എന്നോട് ദേഷ്യപ്പെട്ടല്ലേ, ഞാനും ഇങ്ങനെ ദേഷ്യപ്പെടും, എന്നോട് ഇതുവരെ ആരും ദേഷ്യപ്പെട്ടിട്ടില്ല, ഇങ്ങനെ അല്ല പെരുമാറേണ്ടതെന്ന് പറഞ്ഞാൽ തിരിച്ച് പറയാൻ നിൽക്കണ്ട. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട കാര്യം, ഓക്കെ അവളുടെ ടെമ്പർ കുറച്ച് ലൂസ് ആവുന്ന ആളാണ്, ഒരു ഈസി പെട്ടെന്ന് തന്നെ ദേഷ്യപ്പെടുന്ന ആളാണ്, സാരമില്ല ഞാൻ കുറച്ചുകൂടെ മെച്ചൂർഡാണ്, എനിക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റും എന്ന് മറ്റേയാൾ ധരിച്ചാൽ മതി. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആണ്. അപ്പോൾ എല്ലാവരും അതിന് മാനസികമായിട്ടുള്ളൊരു തയ്യാറെടുപ്പ്. പ്ലസ് ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം തന്നെ, നമ്മുടെ ബെഡ് വേണം, ഷീറ്റ്സ് വേണം, ബക്കറ്റ്, മഗ്, സോപ്പ്, ചീപ്പ്, മേക്കപ്പ് സാധനങ്ങൾ, പിന്നെ നമ്മുടെ ഗുളിക, മെഡിക്കേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾ, സ്റ്റഡി മെറ്റീരിയൽ നമ്മൾ തരും. പിന്നെ നിങ്ങൾക്ക് നോട്ട് എഴുതാനുള്ള ബുക്കും പേനയും പേപ്പറും അതൊക്കെ കൊണ്ടുവരണം, എന്തായാലും നമ്മളൊരു സ്ഥലത്തേക്ക് പഠിക്കാൻ പോകുമല്ലോ അല്ലേ. അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നിങ്ങളുടെ കയ്യിൽ കരുതേണ്ടതാണ്. പിന്നെ നിങ്ങളൊന്നും പേടിക്കേണ്ട കേട്ടോ, ഒന്നും പേടിക്കണം. നിങ്ങൾക്ക് വീട്ടിൽ ഒരു അമ്മ, ഒരു അച്ഛൻ, സിബ്ലിംഗ്, ഇവിടെ ആകുമ്പോൾ നിങ്ങൾ ആലോചിക്കും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ എത്രയോ സിബ്ലിങ്സ്. അതുപോലെ തന്നെ ഞങ്ങൾ കുറേ അമ്മമാരും കുറേ ചേച്ചിമാരും ഒക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ ഒത്തിരി പേര്, നിങ്ങൾക്ക് വരുന്ന ഓരോ ചെറിയ കാര്യങ്ങളും ഞങ്ങൾ അത്രയും കൺസേൺ ആണ്. കാരണം ഓരോ വർഷം ഞങ്ങൾ തീരുമ്പോൾ അടുത്ത ഒരു തുടക്കം എന്ന് പറയുന്നത്, ഞങ്ങൾ ഈ ഒരു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ഇതിനു വേണ്ടി തന്നെ ഇവിടുത്തെ കംപ്ലീറ്റ് സിസ്റ്റവും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള കംഫർട്ടും നിങ്ങൾക്കത് തരും. അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ എല്ലാ തരത്തിലും, ഞാൻ നേരത്തെ പറഞ്ഞാൽ ഫ്രം ദ സപ്പോർട്ടിംഗ് സ്റ്റാഫ് തുടങ്ങി നമുക്ക് ഡയറക്ടേഴ്സ് വരെ എല്ലാവരും ആ സിസ്റ്റവും റെഡിയാക്കിയിട്ട് നിങ്ങളതേ കാത്ത് ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഞങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഭയങ്കര ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് വരും. മഴക്കാലമൊക്കെയാണ്, അപ്പോൾ കുടയൊക്കെ കയ്യിൽ കരുതുക, ഒരു ചെറിയ തൊപ്പിയൊക്കെ കയ്യിൽ കരുതുക. തണുപ്പൊക്കെ ഉള്ളവരാണെങ്കിൽ സ്വെറ്ററൊക്കെ എടുത്ത് കയ്യിൽ വെച്ചോ, ചെറിയൊരു കമ്പിളി ഷോളോ അല്ലെങ്കിൽ ഷീറ്റോ ഒക്കെ എടുത്ത് കൂടുതൽ കയ്യിൽ വെച്ചോ. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ട് കേട്ടോ, ഒന്നും പേടിക്കാനില്ല. ഞങ്ങൾ ദ ബ്രില്യൻറ്റ് ഫാമിലി നിങ്ങളെയും കാത്ത് ഇവിടെ റെഡി ആയിട്ട്, നിങ്ങൾക്ക് എന്തൊക്കെ വേണോ അതെല്ലാം ഒരുക്കിക്കൊണ്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഓടി വായോ കേട്ടോ. ശരി. Brilliant Study Center, India's #1 coaching center for NEET and JEE.